നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ അന്തസ്സൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. നീ എത്രത്തോളം മോശക്കാരിയാണോ അതുപോലെ തന്നെ മോശക്കാരിയാണ് ഈ നിൽക്കുന്ന നിന്റെ ചേച്ചി. ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ യുദ്ധം നടത്തിയതുപോലെ ഇനി നമുക്ക് അഞ്ജിതയെ മുന്നിൽ നിർത്തി ഒരു കളി കളിക്കാം. എന്താ ഹരിയേട്ടന്റെ മനസ്സിലുള്ള പ്ലാൻ? അത് പറ ആദ്യം. ഹെടി, ദേവിക മരുന്ന് നശിപ്പിക്കുന്ന വിവരം അഞ്ജിത വഴി അമ്മയെ അറിയിച്ച് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണം. സിദ്ധുവിന്റെ മരുന്ന് ദേവിക നശിപ്പിച്ചു എന്നറിഞ്ഞ അമ്മ പിന്നെ മിണ്ടാതിരിക്കോ? അപ്പൊ ദേവിക ഇവിടെ നടിച്ച് പുറത്താക്കില്ലേ? ഈ വിവരം നമ്മളായിട്ട് അമ്മയോട് പറഞ്ഞാ പോരെ? തൽക്കാലം നമുക്ക് പുറത്തുനിന്ന് കളി കാണാം. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇടപെടാം. നീ ആദ്യം അഞ്ജിതയെ വിളിക്കേ. മോളെ അഞ്ജിതേ, അഞ്ജിതേ, അഞ്ജിതേ. എന്താ ആന്റി? ദേവിക ഇവിടുന്ന് പുറത്താക്കിയാണല്ലോ മോളുടെ ലക്ഷ്യം. ചേച്ചി ഈ കുടുംബത്തിൽ നിന്നാ അത് ശരിയാവില്ല ആന്റി. ആന്റിയോടും അങ്കിളിനോടും ഞാനത് പറഞ്ഞതാണല്ലോ. എന്നാ അവളെ ഇവിടുന്ന് പുറത്താക്കാനുള്ള ഒരു അവസരം ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട്. എന്താ അത്? പറ. പറഞ്ഞതൊക്കെ അഞ്ജിതയ്ക്ക് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. മോൾ അമ്മയെ പരമാവധി കുത്തിത്തിരിക്കണം. ആരോടും ചോദിക്കാതെ, ആരെ അറിയിക്കാതെ സിദ്ധുവിന്റെ മരുന്നുകൾ എടുത്ത് നശിപ്പിക്കാനുള്ള അധികാരം ആരാണ് ദേവിക്ക് നൽകിയതെന്ന് മോൾ അമ്മയോട് ചോദിക്കണം. അമ്മയുടെ മുന്നിൽ ഇതൊരു വലിയ ഇഷ്യൂ ആക്കി നീ മാറ്റണം. സിദ്ധുവിന്റെ കാര്യത്തിൽ ദേവിയേക്കാൾ വലിയ ശ്രദ്ധ മോക്കുണ്ടെന്ന് മോൾ അമ്മയുടെ മുന്നിൽ തെളിയിക്കണം. ഞങ്ങൾ പറഞ്ഞത് മോൾക്ക് ചെയ്യാൻ പറ്റില്ലേ? അതെന്താ ചെയ്യാൻ പറ്റാത്ത? ആന്റി അങ്കിളും പറഞ്ഞ എന്ത് കാര്യം ഞാൻ അനുസരിക്കും. ദേവികേച്ചി സിദ്ധുവേട്ടന്റെ മരുന്ന് നശിപ്പിക്കാൻ പോകുന്ന കാര്യം ഞാൻ ഇപ്പൊ തന്നെ മുത്തശ്ശിയുടെ ചെവിയിലെത്തിക്കാം. ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം. മിടുക്കി എന്ന് മോളെ ചെല്ല്. മലാഖെ, എന്തിനീ മരുന്നൊക്കെ എടുക്കണേ? എനിക്ക് തരാൻ വേണ്ടിട്ടാണോ? എനിക്ക് തരണ്ട. ഞാൻ ഈ മരുന്ന് കഴിക്കില്ല. എനിക്ക് വേണ്ട. വേണ്ട, ഈ മരുന്നൊന്നും കുട്ടന് തരാനുള്ളതല്ല. കുട്ടന് ഇതൊന്നും ഞാൻ തരില്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഇതൊക്കെ എടുക്കണേ? ഇതൊക്കെ പുറത്തോണ്ടേ കളയാൻ പോവാ. മുത്തശ്ശി. എന്താ അഞ്ജു? മുത്തശ്ശിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഞാൻ ഈ കാര്യം പറയുന്നോണ്ട് മുത്തശ്ശിക്കൊന്നും തോന്നരുത്. ശരിക്കും ഈ വീടിന്റെ കുടുംബനാഥ ആരാ? മുത്തശ്ശിയല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞ മുത്തശ്ശിക്ക് വിഷമമൊന്നും തോന്നരുത്. ദേവികേച്ചി ഇന്ന് സിദ്ധുവേട്ടന്റെ മരുന്ന് മുഴുവൻ എടുത്ത് കളയാൻ നോക്കി. അങ്കിളും ആന്റിയും എന്നോടിത് പറഞ്ഞത് സത്യാ മുത്തശ്ശി. ഇതൊക്കെ ഉണ്ടായ കാര്യങ്ങളാ. ഞാൻ പറയുന്നതുകൊണ്ട് മുത്തശ്ശിക്കൊന്നും തോന്നരുത്. ഇതൊക്കെ സത്യവാ. ചേച്ചി ചെയ്യുന്നതൊക്കെ ശരിയാണോ? സിദ്ധുവേട്ടനെ സുഖപ്പെടുത്തുന്നതിന് പകരം
സിദ്ധുവേട്ടന്റെ മരുന്നുകളൊക്കെ നശിപ്പിക്കുകയാണോ വേണ്ടത്? അവളെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ആ കുട്ടൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. ദേവികെ, നീ എന്താ ചെയ്യുന്നേ? ഇത് കുട്ടന്റെ മരുന്നുകളാ. ഇനി ഇത് വേണ്ട, അതുകൊണ്ടെടുത്ത് കളഞ്ഞതാ. അയ്യോ, കുട്ടൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ കളയാൻ ദേവികയുടെ ആരാ പറഞ്ഞേ? ഈ മരുന്നുകളൊക്കെ വേണ്ടാന്ന് ആരാ നിശ്ചയിച്ചേ? സ്വാമിയച്ഛൻ പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തത്. ഓ, അപ്പൊ ഇവള് പറഞ്ഞത് ശരി തന്നെയാണല്ലേ? നീ മരുന്നല്ല എടുത്തു കളഞ്ഞു. മരുന്നിനെ കുറിച്ചൊക്കെ നിനക്ക് എന്താ അറിയാം? അല്ല, എന്ത് ധൈര്യത്തിലാ നീ അതൊക്കെ എടുത്തു കളഞ്ഞത്? നീ ഈ കാണിക്കുന്ന അഹങ്കാരത്തിന്റെ അർത്ഥം എന്താ? സിദ്ധുവേട്ടന് കൊടുക്കാനുള്ള മരുന്നുകളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് സിദ്ധുവേട്ടന് എന്തെങ്കിലും പറ്റിപ്പോയാ ആരാ സമാധാനം പറയാ? എന്താ എന്താ ഇവിടെ പ്രശ്നം? സിദ്ധുവിന് കൊടുക്കാനുള്ള മരുന്നുകളൊക്കെ ഇവൾ എടുത്ത് കളഞ്ഞിരിക്കാമായേ. കളയോ? ആരോട് ചോദിച്ചിട്ട്? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. ആരോടും ഒന്നും ചോദിക്കാതെ തന്നെ ഇഷ്ടപ്രകാരം എല്ലാം എടുത്ത് കളഞ്ഞിരിക്ക. അല്ല, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? ദേവികയ്ക്ക് പറയാനുള്ളതും കൂടി കേക്കണ്ടേ? ധിക്കാരം കാണിച്ചിട്ട് ഇവള് പറയുന്നത് ഞങ്ങൾ എന്തിനാ കേൾക്കുന്നത്? കേൾക്കണം. ഇങ്ങോട്ട് മാറി. ഞാനെല്ലാം കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ കരുതുന്ന പോലെ സിദ്ധുവേട്ടനെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു കാര്യവും എന്റെ ചേച്ചി ചെയ്യില്ല. സിദ്ധുവേട്ടന്റെ അസുഖം ഭേദമാക്കാന്നുള്ള ഒറ്റ കാര്യം മാത്രം ചേച്ചിയുടെ ലക്ഷ്യം. കൊള്ളാം, ചേച്ചിക്ക് പറ്റിയ അനിയത്തി തന്നെ. അല്ല, ഇതിൽ കയറി അഭിപ്രായം പറയാൻ നിനക്കെന്താ യോഗ്യത? നീ ഇതിൽ ഇടപെടരുത്. പിന്നെ അഭിപ്രായം പറയാൻ എനിക്കെന്താണ് യോഗ്യത എന്നാണെങ്കിൽ ഞാൻ നിന്നെ പോലെ തന്നെ ഇവിടുത്തെ മരുമകളാ. മരുമകള്? എനിക്ക് കിട്ടാനിരുന്ന ജീവിതം തട്ടിപ്പറിച്ചെടുത്തിട്ട് ഈ കുടുംബത്തിലേക്ക് കടന്നു കയറി മരുമകളായവളല്ലേ നീ? അതിന്റെ യോഗ്യതയൊന്നും നീ പറയണ്ട. നിന്റെ അന്തസ്സൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. നീ എത്രത്തോളം മോശക്കാരിയാണോ അതുപോലെ തന്നെ മോശക്കാരിയാണ് ഈ നിൽക്കുന്ന നിന്റെ ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.